ഫിഫ വേൾഡ് കപ്പിൽ ഇത്തവണ ഫ്രാൻസോ സ്പെയിനോ കിരീടം ചൂടുമെന്ന് മുൻ ദേശീയ ഫുട്ബോൾ താരം യു ഷറഫ് അലി പറയുന്നു. ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കാൻ ദീർഘകാലാടിസ്ഥാനമുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ഷറഫ് അലി 24-നോട്. നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ ആളുകൾ ഒരിക്കൽ വേൾഡ് കപ്പിൽ വരുന്നത്. 2050 മുമ്പ് അത് സംഭവിച്ചാൽ മതിയായിരുന്നു. ഗൂഗിൾ കെ വേണുഗോപാലിൻ്റെ റിപ്പോർട്ടാണ്. ഫുട്ബോൾ ആവേശത്തിന് കൊടികയറിയിരിക്കുകയാണ്. ഇപ്പോൾ മുൻ ദേശീയ ഫുട്ബോൾ താരം യു ഷറഫ് അലി 24-നൊപ്പം ചേരുന്നു. ഇഷ്ട ടീം ബ്രസീലാണെന്ന് മനസ്സിലാക്കുന്നു. ബ്രസീൽ ഇത്തവണ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ടോ? ബ്രസീൽ തന്നെയാണ് ഇഷ്ടതാരം. ബ്രസീൽ ജയിച്ചാലും തോറ്റാലും ബ്രസീലിന്റെ ആരാധകൻ തന്നെയാണ്. ഇത്തവണ ബ്രസീലിന്റെ ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സെമി ഫൈനൽ വരെയൊക്കെ എന്തായാലും എത്തും എന്ന്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ഫൈനലിലെത്താനും കപ്പടിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നെയ്മറൊക്കെ പരിക്കലട്ടുന്നു, പരിക്കിന്റെ പിടിയിലാണെന്നാണ് പറയുന്നത്. ശരിയാണ്, നെയ്മർ പരിക്കൊക്കെ ഉണ്ടെങ്കിലും മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലുപരിയായിട്ട് മികച്ച ജൂനിയർ താരങ്ങൾ, യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനം മികച്ചതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ടീമുകൾ ഇത്തവണ വേൾഡ് കപ്പിന്റെ ഭാഗമാവുന്നുണ്ട്. ആ സമയത്തും നമ്മളില്ല എന്നുള്ളത് മാറ്റി നിർത്താം. പക്ഷേ ഈ കൂടുതൽ ടീമുകൾ വരുന്ന ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുന്നുണ്ടാവുക? കൂടുതൽ ടീമുകൾ വരുമ്പോൾ ഒരുപക്ഷെ ഫിഫ ഉദ്ദേശിക്കുന്നത് ഈ ലോകകപ്പിൻ്റെ പ്രചാരം കൂടുതൽ രാഷ്ട്രങ്ങളിലെത്തിക്കുക, കൂടുതൽ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ലീഗ് ഗ്രൗണ്ടിലെ ചില മത്സരങ്ങളുടെ നിലവാരമെങ്കിലും കുറഞ്ഞു പോവോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിർഭാഗ്യം കൊണ്ട് പുറത്തു പോകുന്ന ടീമുകൾക്ക് പോലും ലോകകപ്പിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടുമെന്നൊരു ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യും വേൾഡ് കപ്പ് കാലത്ത് നമ്മളെപ്പോഴായിരിക്കുന്നുള്ളത്. എന്താണ് നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ചിട്ടയായ ഒരു പദ്ധതി ഇതുവരെ ആസൂത്രണം ചെയ്തിട്ടില്ല. ഒരു ലോകകപ്പ് പോലെയുള്ള ഒരു മത്സരത്തിൽ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതി തന്നെ നടപ്പിലാക്കണം. ഈ മത്സരങ്ങളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ റൊണാൾഡോയുടെയൊക്കെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ ബ്രസീൽ ആരാധകൻ എന്നതിലേക്ക് ചോദിക്കുകയാണ്, ഇത്തവണ റൊണാൾഡോ കപ്പടിച്ച് പോയിക്കോട്ടെ എന്ന് അങ്ങനെ വിശാല മനസ്ഥിതി ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ബ്രസീൽ തോറ്റപ്പോഴും നമുക്ക് തോന്നി ഇനി മെസ്സി ഇത്രയും കാലം ഫുട്ബോൾ രംഗത്ത് നിലനിന്ന ഒരാൾ, അർജന്റീന മെസ്സിയുടെ ക്യാപ്റ്റൻസിൽ ട്രോഫി കിട്ടട്ടെന്ന് ആഗ്രഹിച്ച പോലെ ഇത്തവണ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. റൊണാൾഡോ പോർച്ചുഗൽ ട്രോഫി അടിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ പോർച്ചുഗലിനേക്കാളും സാധ്യത ഞാൻ കാണുന്നത് ഫ്രാൻസിനും സ്പെയിനൊക്കെ തന്നെയാണ്. എന്തായാലും അദ്ദേഹം കടുത്തൊരു ബ്രസീൽ ആരാധകനാണ് പണ്ട് മുതലേ. ഇപ്പോൾ റൊണാൾഡോയുടെ അവസാന വേൾഡ് കപ്പ് ആവുന്ന സമയത്ത് പോർച്ചുഗൽ അടിച്ചാലും കുഴപ്പമില്ല, അവർ കൊണ്ടുപോയാലും താല്പര്യമില്ല, പ്രശ്നമില്ല, വിഷമമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. യു ഷറഫ് അലി പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിന് അതിനകത്തൊരു വലിയ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാൽപന്ത് കളിയിൽ നമ്മുടെ ആൾക്കാർ അഗ്രജന്മാരാ. ഒരിക്കൽ നമ്മൾ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ നമുക്കും വേണ്ട ചില ആഗ്രഹങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.